ഹായ് ടീം 24 എന്ന ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് പറമ്പിൽ ബസാറാണ്. കോഴിക്കോട് പറമ്പിൽ ബസാർ ഭാഗത്തുള്ള 8 വീടുകൾ വില്ലാസ് ആണ് കേട്ടോ. വില്ലാസ് ആണെങ്കിലും ചെറിയ രീതിയിലൊക്കെ മാറ്റങ്ങളുള്ള വീടുകളാണ്. 8 വീട് അടിപൊളി വീടാണ്. അപ്പൊ ഈ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണാം. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ആ ഓൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ ഉള്ളത് മുറ്റത്താണ്, ഈ വീടിന്റെ മുറ്റത്താണ്. 2 കാറ് പാർക്ക് ചെയ്യാനുള്ള നല്ല അടിപൊളി സൗകര്യം വരുന്നുണ്ട്. ഒരു വലിയ കാറും ഒരു ചെറിയ കാറും പാർക്ക് ചെയ്യാനുള്ള സൗകര്യം വരുന്നുണ്ട്. അപ്പൊ നമുക്ക് വീടിന്റെ ഉൾഭാഗം ഒന്ന് കയറി കാണാം. വീടിന്റെ വർക്ക് ഫുള്ളും നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, ഫിനിഷിങ്ങിലേക്ക് വരികയാണ്. അപ്പോൾ വീഡിയോ കാണാം. ഇപ്പൊ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഈ വീട്ടിലത്തെ സിറ്റ് ഔട്ടിലാണ്, ചെറിയൊരു സിറ്റ് ഔട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം ഒരു സൗകര്യം വരുന്നുണ്ട്. അപ്പൊ നമുക്ക് വീടിന്റെ ഉൾഭാഗം ഒന്ന് കയറിയിട്ട് കാണാം. അപ്പൊ നമുക്ക് ഉള്ളിലേക്ക് കയറി വരുമ്പോൾ അടിപൊളി ഡോർ വരുന്നുണ്ട്. ഇരുളിൽ തീർത്തിട്ടുള്ള ഡോറാണ് ഇത്. പെയിന്റിങ്ങില് ഗ്രെയിൻസ് ഒക്കെ ഇട്ടിട്ട് ഡിസൈൻ ചെയ്യാനുള്ള ഡോറാണ്. ഈ കട്ടില്, പൊളികള്, ജനാല കാര്യങ്ങളൊക്കെ ഇരുളിൽ തീർത്തിട്ടുള്ള ഒരു വീടാണ്. നമുക്ക് കയറി വരുമ്പോൾ വലിയൊരു ലിവിംഗ് റൂം തന്നെ ഓണർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലിയൊരു സോഫ ഇവിടെ സെറ്റ് ചെയ്യാം. ഈ ഒരു ഭാഗത്താണ് ടിവിന്റെ യൂണിറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുക. അത്യാവശ്യം നല്ലൊരു ലിവിംഗ് റൂമാണ്. ഈ ലിവിംഗ് റൂം കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് ഡൈനിങ് ഹാള് വരുന്നത് ഈ ഒരു ഭാഗത്താണ്. നല്ലൊരു വലിയൊരു ഡൈനിങ് ടേബിൾ ഇടാനുള്ള നല്ല സൗകര്യം ഇവിടെ ഓണർ കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ വാഷ് ഏരിയ വരുന്നത് ഈ ഒരു ഭാഗത്താണ്. ഇവിടാണ് വാഷ് ഏരിയ വരിക. മിറർ കാര്യങ്ങളൊക്കെ നിലവിൽ വരാൻ. അപ്പൊ താഴെ ഒരു ബെഡ്റൂമാണ് വരുന്നത്. താഴത്തെ ബെഡ്റൂം നമുക്ക് ആദ്യമായിട്ട് ഒന്ന് കാണാം. ഇതാ താഴെയുള്ള ബെഡ്റൂമാണ്. പെയിന്റിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന പെയിന്റിന്റെ ബക്കറ്റൊക്കെയാണ് ഇവിടെ നിങ്ങൾ കാണുന്നത്. അത്യാവശ്യം നല്ല സൗകര്യമുള്ള വലിയൊരു ബെഡ്റൂം തന്നെയാണ് വരുന്നത്. ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂമിന്റെ വർക്കൊക്കെ ഫിനിഷ് ആവാണ്ട്. ഷവറ്, ക്ലോസറ്റ് കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യാനുള്ളതാണ്. കംപ്ലീറ്റും ഫിറ്റ് ചെയ്ത് ഫിനിഷ് ആക്കിയിട്ടാണ് ഓണർ കൊടുത്തത്. നമുക്ക് ഈ വീട്ടിലത്തെ കിച്ചൺ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാ കിച്ചൺ ആണെങ്കിൽ നല്ല സൗകര്യമുള്ള വലിയൊരു കിച്ചൺ തന്നെ ഓണർ ഇവിടെ എൽ ഷേപ്പിൽ റാക്ക് കാര്യങ്ങളൊക്കെ നല്ല സ്ക്വയർ ടൈപ്പിൽ വരുന്ന വലിയൊരു സിങ്ക് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്താണ് ഫ്രിഡ്ജ് വെക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. നല്ല സൗകര്യമുണ്ട്. ഈ കിച്ചണിനോട് ചേർന്നിട്ട് ഈ ഒരു ഭാഗത്ത് ഒരു വർക്ക് ഏരിയയും വരുന്നു. വർക്ക് ഏരിയയിലും നല്ല സ്ക്വയർ ടൈപ്പിൽ വരുന്ന സിങ്ക് ഇവിടെ നിലവിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് മുകളിലേക്ക് കയറി വരുമ്പോൾ സ്റ്റെയർ വുഡിന്റെ ഒരു ഫിനിഷിങ്ങിൽ വരുന്ന ആ ഒരു മോഡൽ ടൈലാണ് വിരിച്ചിട്ടുള്ളത്. പിന്നെ സ്ക്വയർ ടൈപ്പിൽ വരുന്ന നല്ല ക്വാളിറ്റിയുള്ള ഹാൻഡ്ലിംഗ് ആണ്. സ്റ്റീലിന്റെ നല്ല ഹാൻഡ്ലിംഗും കാര്യങ്ങളൊക്കെ ഇവിടെ സേഫ്റ്റിക്ക് നല്ല ഇവിടെ ചെയ്തിട്ടുണ്ട്. കയറി വരുമ്പോൾ നമ്മൾ മുകളിൽ വരുന്ന ഡൈനിങ് ഹാളിലാണ്. അത്യാവശ്യം നല്ലൊരു സൗകര്യം വരുന്ന ഒരു ഡൈനിങ് ഹാൾ ഇവിടെ ഓണർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് സോഫ ഒക്കെ ഇട്ട് സെറ്റ് ചെയ്തിരിക്കുക നല്ല സൗകര്യമുള്ള ഒരു ഡൈനിങ് ഹാളാണ്. മുകളിൽ 2 ബെഡ്റൂം വരുന്നുണ്ട്. അതിൽ രണ്ടാമത്തെ ബെഡ്റൂം നമുക്ക് കാണാം. ഈ വീട്ടിലത്തെ രണ്ടാമത്തെ ബെഡ്റൂമാണ്. അത്യാവശ്യം നല്ല സൗകര്യമുള്ള വലിയൊരു കട്ടിലൊക്കെ ഇട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ സൗകര്യത്തിൽ റൂം വരുന്നുണ്ട്. ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം. ഈ ഒരു ബാത്റൂമിന്റെ വർക്കും ഫുള്ളും ഫിനിഷ് ആവാനുള്ളതാണ്. വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന വീടാണ്. നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂം ഒന്ന് കാണാം. ഈ വീട്ടിലെ മൂന്നാമത്തെ ബെഡ്റൂമാണ്. അത്യാവശ്യം നല്ല സൗകര്യം വരുന്ന ഒരു അടിപൊളി ബെഡ്റൂം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു സൗകര്യത്തിൽ തന്നെ 3 റൂമും നല്ല സൗകര്യമുള്ളതാണ്. ഇവിടുത്തെ മൂന്നാമത്തെ റൂമത്തെ അറ്റാച്ച്ഡ് ബാത്റൂം. 3 ബാത്റൂമത്തിന്. അപ്പൊ ഈ വീട്ടിലത്തെ ഓപ്പൺ ടെറസിലാണ് ഇപ്പൊ നിലവിൽ വരുന്നത്. അധികം വീട്ടിലും ഷീറ്റ് ഇട്ടിട്ട് അധികവും വെക്കാറില്ല. ഈ വീട്ടിലാണെങ്കിൽ ഫുള്ളും നെറ്റൊക്കെ കവർ ചെയ്തിട്ട് സേഫ്റ്റിയോട് കൂടിയിട്ടാണ് ഓണർ ഇവിടുത്തെ ഓപ്പൺ ടെറസ് വരെ ഫുള്ള് സെറ്റ് ചെയ്തിട്ടുള്ളത്. മുകളിൽ ഷീറ്റ് ഇട്ടിട്ടുണ്ട്. ഏറ്റവും ടോപ്പിലേക്ക് കയറാനുള്ള ഇവിടെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഉപയോഗം കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങുന്ന സമയത്ത് അത് ക്ലോസ് ചെയ്യാം. പിന്നെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പോയിന്റ്, പിന്നെ പൈപ്പ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വുഡിന്റെ ഒരു ഡിസൈൻ വരുന്ന ടൈലാണ് ഇവിടെ വിരിച്ചിട്ടുള്ളത്. ഓപ്പൺ ടെറസിൽ വരെ ഫുള്ള് ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ വീട്ടിലത്തെ ബാൽക്കണിയിൽ ഒന്ന് കാണാം. ബാൽക്കണിയാണ് ഒരു ചെറിയ രീതിയിൽ വരുന്ന ഒരു അടിപൊളി ബാൽക്കണി.
ഫുള്ള് സ്ക്വയർ ടൈപ്പിൽ വരുന്ന സ്റ്റീലിന്റെ ഹാൻഡ്ലിങ്ങും കാര്യങ്ങളൊക്കെ പെയിന്റ് അടിച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 8 വീടാണ് നിലവിൽ വരുന്നത്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. ഇതിന് മുന്നേ 1-2 ഷോർട്ട് വീഡിയോ ഞങ്ങളെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇന്നാണ് ഒരു വീടിന്റെ ഫുൾ വീഡിയോ ഇടുന്നത് കേട്ടോ. അപ്പോൾ ഈ വീടിന്റെ സൗകര്യങ്ങളൊക്കെ നിങ്ങൾ വീഡിയോയിൽ കണ്ടു കഴിഞ്ഞല്ലോ. അപ്പോൾ 3 ബെഡ്റൂം നോക്കുന്ന പാർട്ടിക്ക് നല്ല സൗകര്യത്തിലൊരു വീട് വേണം എന്നുണ്ടെങ്കിൽ അവർക്ക് പറ്റിയിട്ടുള്ള ഒരു വീടാണ് ഇത്. കോഴിക്കോട് ജില്ലയിൽ പറമ്പിൽ ബസാർ ചാൽത്തായം എന്ന് പറഞ്ഞ ഒരു ഭാഗത്താണ്. നല്ല വീതിയുള്ള റോഡുമെന്ന് ഡയറക്റ്റ് ഈ വീട്ടിലേക്ക് കയറുന്നതാണ്. ഏത് കാറും സുഖമായിട്ട് ഈ വീട്ടിലേക്ക് വരട്ടോ. ഒരു വലിയ കാറും ഒരു ചെറിയ കാറും പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട്. ഇതിന്റെ ഡീറ്റെയിൽ 4.5 സെന്റ് സ്ഥലം, 1800 സ്ക്വയർ ഫീറ്റ് വരുന്ന 3 ബെഡ്റൂം, ലിവിങ്, ഡൈനിങ്, കിച്ചണ്, വർക്ക് ഏരിയ, നല്ലൊരു അടിപൊളി കിണറുകൾ, ഓപ്പൺ ഡോർസ്, ഫുള്ള് വർക്ക് ഫിനിഷ് ആക്കിയിട്ട് ഇതിന് ഓണർ ചോദിക്കുന്നത് 65 ലക്ഷമാണ്. നെഗോഷ്യബിൾ ആണ്, സംസാരിക്കുമ്പോൾ കുറയും. ഇതിന് ബാങ്ക് ലോൺ അവൈലബിൾ ആണ്. ലോണ് ഞങ്ങൾ മിതമായ നിരക്കിൽ നിങ്ങൾക്ക് ശരിയാക്കി തരും. അപ്പോൾ ഈ വീട് കാണാൻ ഞങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വന്ന് ഈ വീട് കാണാവുന്നതാണ്. പിന്നെ ഈ ഞങ്ങളുടെ ടീം 24 എന്ന യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എല്ലാവരും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.